വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ സമഗ്ര ശിക്ഷ വഴി ചെയ്തിരുന്നത് ഒന്നിനും ഒരു കുറവുമില്ലാതെ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് സർക്കാർ അത് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നതുകൊണ്ടും ഇടപെടുന്നതുകൊണ്ടുമാണ്. ഒരു കുട്ടിക്ക് പോലും ടെക്സ്റ്റ് ബുക്ക് കിട്ടാതെയോ യൂണിഫോം കിട്ടാതെയോ ആകുന്ന ഒരവസ്ഥ വരുന്നില്ല. ഭിന്നശേഷി കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ എന്താണ്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൊടുക്കുക എന്നുള്ളതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൊടുക്കുന്നുണ്ട്, നമ്മൾ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനെ കൊടുക്കുക, കലാകായിക വിദ്യാഭ്യാസത്തിനുണ്ട്. RT ആക്ട് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ, ആനുകൂല്യങ്ങൾ അത് കൊടുക്കുന്നുണ്ട്. നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായി ഇടപെടുകയും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ AR സുപ്രിയ ആണ് നമുക്കൊപ്പമുള്ളത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ പൊതുവെയും പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ചും വിവിധ തരത്തിൽ പ്രയാസപ്പെടുത്തുമ്പോഴും SSKയുടെ പ്രവർത്തനങ്ങളിൽ അത് കാര്യമായ രീതിയിൽ പ്രതിഫലിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന SSKയുടെ ഡയറക്ടർ ഡോക്ടർ AR സുപ്രിയക്ക് സ്വാഗതം. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ SSKയുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രത്യേകിച്ചും പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് SSK ആണ്. ഏതൊക്കെ ഏരിയയിലാണ് SSKയുടെ ഇടപെടലുള്ളത്? നമുക്കൊരു വലിയ മേഖലയുണ്ട് SSKയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SSK എന്ന് പറയുന്നത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട വിധത്തിലുള്ള ആവശ്യം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പം നടക്കുന്ന വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ പിന്തുണ ആവശ്യമുണ്ടോ അവിടെയാണ് SSKയുടെ പ്രസക്തി വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ, ഇപ്പോൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ വളരെ വളരെ സജീവമായിട്ടുള്ള ചടുലമായിട്ടുള്ള കാര്യങ്ങളാണ് SSK ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 സ്കീംസ് ഒരുമിച്ച് ചേർത്താണ് പറയുന്നത്. സമഗ്ര ശിക്ഷ കേരളയോടൊപ്പം തന്നെ നമുക്ക് സ്റ്റാർസ് എന്നൊരു പദ്ധതി പദ്ധതി കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടെ ചേർത്ത് പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ നമുക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു കേരളം മൊത്തം അറിയുന്ന കാര്യമാണ്, പ്രീ പ്രൈമറി സ്കൂൾസ് ഉള്ള മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഭരണകൂടാരം എന്നുള്ള ഒരു പ്രവർത്തന ഇടങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക പ്രീ പ്രൈമറി ക്ലാസ് സംവിധാനം അതെ ഒരേ സമയം കുട്ടിയുടെ എല്ലാ ടാലൻസും മുഴുവൻ വികാസവും ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് ഭരണകൂടാരം പദ്ധതി. അത് കേരളത്തിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിലില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിനെ കണ്ട് പഠിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ എലിമെൻ്ററി എഡ്യൂക്കേഷനിൽ നമ്മൾ പ്രീ പ്രൈമറിയിൽ പ്രത്യേകിച്ചും ഭരണകൂടാരം പദ്ധതികൾ നടത്തുന്നുണ്ട്. പിന്നെ ബാല എന്നൊരു പദ്ധതിയുണ്ട്. ബാല എന്ന് പറയുന്നത് ഈ ക്ലാസ് റൂം തന്നെ ഒരു പഠനോപകരണമായിട്ട് മാറുന്ന തരത്തിൽ ക്ലാസ് റൂമിലെ പെയിൻറ്റിങ്സും പിക്ചേഴ്സും എല്ലാം കൊണ്ട് കൂടുതൽ ആകർഷണീയമാക്കാനുള്ള സംവിധാനം. പിന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട്. ഭരണകൂടാരം അല്ലെങ്കിൽ ഈ പ്രവർത്തന ഇടങ്ങൾ എങ്ങനെ കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം കിട്ടാൻ കഴിയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെ അതൊരു നല്ലൊരു സ്റ്റിമുലസ് ആയിട്ട് മാറ്റാൻ പറ്റും എന്ന് മനസ്സിലാക്കാനുള്ള ട്രെയിനിങ്സ് പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് മറ്റ് വെക്കേഷൻ ട്രെയിനിങ്ങിനോടൊപ്പമല്ലാതെ പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രീ പ്രൈമറിയും ഏർലി ഗ്രേഡ്സുമായിട്ട് 1-2 ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ തരത്തിലുള്ള ഒരു ക്ലാസ് റൂം നമ്മൾ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ വർണ്ണകൂടാരത്തിൻ്റെ തുടർച്ചയായിട്ട് 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ക്ലാസ് റൂം തന്നെ ഒരു പ്രവർത്തന ഇടമായിട്ട് മാറ്റുന്ന തരത്തിലുള്ള നിലവിലുള്ള ക്ലാസ് റൂമിൻ്റെ മൊത്തത്തിലുള്ള ലേഔട്ട് മാറ്റുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണം നമ്മളിപ്പം ഓൾറെഡി
ആലോചിച്ചിട്ടുണ്ട്. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കുറച്ച് ഒരു പ്രീ പ്രൈമറി മേഖലയിൽ പ്രീ പ്രൈമറി ഇത് 1ഉം 2ഉം ക്ലാസ്സുകൾ ഞാൻ പറയുന്നത് മൊത്തത്തിലൊരു പ്രൈമറി നമ്മൾ എടുക്കുമ്പോൾ അതൊരു തുടർച്ചയായിട്ട് കാണാനുള്ള ഒരു ശ്രമമാണ്. നമ്മൾ പ്രീ പ്രൈമറിയിൽ ഒതുക്കാതെ അതേസമയം പ്രീ പ്രൈമറിയെ ശ്രദ്ധിച്ചുകൊണ്ടും പ്രീ പ്രൈമറിയിൽ കുട്ടിയുടെ ഏതൊക്കെ തരത്തിലുള്ള വികാസമാണോ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നത് ആ വികാസത്തിനുള്ള സ്പേസ് കൊടുക്കുകയും അതിൻ്റെ തുടർച്ച 1ഉം 2ഉം ക്ലാസ്സുകളിൽ ഉറപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ അടിസ്ഥാന വിദ്യാഭ്യാസമാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്, ഇടറിപ്പോകുന്നത്. ആ ഇടർച്ച ഉണ്ടാകാത്ത വിധത്തിൽ ഇതിനെ ഒരു തുടർച്ചയാക്കി മാറ്റുക, അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും എല്ലാം വരും, ക്ലാസ് റൂം നവീകരണം, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. മാഡം, അപ്പം നമ്മൾ പഠനം എന്ന് പറയുന്നത് ശരിക്കും ഒരു മുമ്പൊക്കെ പറയുന്ന പാൽപ്പായസം പോലെ മധുരമുള്ളതാവണം, വിരസമാവരുത് എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രീ പ്രൈമറി മുതൽ തന്നെ അത് ആരംഭിക്കുക. അതായത് കണ്ടും തൊട്ടും മണത്തും രുചിച്ചും പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പഠനം അതിൻ്റെ വളരെ സാർത്ഥകമാകുന്നത്. അപ്പോൾ ആ തലത്തിലുള്ള പ്രവർത്തനം നമ്മൾ പ്രീ പ്രൈമറി ഞങ്ങൾ തന്നെ കോട്ടൺ ഹിൽ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ഈ പറഞ്ഞ ക്ലാസ് റൂമിൻ്റെ സ്പെഷ്യൽ സ്റ്റോറികളൊക്കെ കൊടുത്തിരുന്നു. ഇപ്പം നമ്മുടെ തൈക്കാട് സ്കൂളിൽ ആ രീതിയിലുള്ള ക്ലാസ് മുറികളുണ്ട്. ഇപ്പം തന്നെ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തതിനകത്തും ഇതുപോലുള്ള വർണ്ണക്കൂടാരങ്ങൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് പറയുമ്പം SSKയുടെ ഏറ്റവും പ്രധാന പ്രവർത്തനമായിട്ട് തോന്നുന്ന ഒന്ന് എൻറോൾമെൻ്റ് ആണ്. അതായത് എല്ലാ കുട്ടികൾക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ നയം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം പ്രാപ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് ആക്സസ് ഇല്ല എന്നുള്ളതാണ്. കാരണം പല കാരണങ്ങളാൽ ഇത് ആക്സസ് ഇല്ല നമ്മുടെ കുട്ടികൾക്ക്. അത് വിദ്യാഭ്യാസ ഉന്നത തന്നെ അത് ചൂണ്ടിക്കാട്ടി, വിദ്യാഭ്യാസ കമ്മീഷനുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തെ പൊതുവായ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ 12 മുതൽ 16% വരെയാണ്. പക്ഷെ കേരളത്തിൽ അത് 0.04%. അതിൽ തന്നെ ആ 0.04% എന്ന് പറയുന്നതിൽ തന്നെ കൂടുതലും ഗോത്രവിഭാഗം കുട്ടികളാണ്. അവർക്കാണ് വിദ്യാഭ്യാസം ആക്സസ് അല്ലാതെ പോകുന്നത്. അത് നമ്മൾ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തണം. അപ്പം സമൂഹത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളായ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തിരികെ പദ്ധതി കൊണ്ടുവരുന്നു, പഠിപ്പുറസി കൊണ്ടുവരുന്നു. അങ്ങനെ ഒരുപാട് ഇടപെടലുകൾ SSK നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഏറ്റവും പ്രാക്തനമായ ഗോത്രവിഭാഗമായ ചോലനായ്ക്ക് കുട്ടികൾക്ക് പോലും അവരെ പോലും നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഈ പ്രവർത്തനം ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട മോട്ടോ എന്താണ്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1 പ്രാപ്യത, 2 തുല്യത, 3 ഗുണത. ആക്സസ്, എക്വിറ്റി, ക്വാളിറ്റി. ഈ 3 കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിൽ ആക്സസിലും ഇപ്പോൾ റഷീദ് എന്നോട് ചോദിച്ച കാര്യങ്ങളിൽ എന്താണ്, പ്രാപ്യതയും വരുന്നുണ്ട്, തുല്യതയും വരുന്നുണ്ട്. ഇൻക്ലൂഡ് ചെയ്യണം, നമ്മൾ അവരെ കൂടെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇടുക്കിയിലെ ഇടമലക്കുടിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പദ്ധതിയുണ്ട്. ഇടമലക്കുടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്. ഈ പറഞ്ഞ പഠിപ്പുറസി എന്ന് പറയുന്ന പ്രത്യേക പഠന പദ്ധതി തന്നെ നമ്മുടെ ഇടമലക്കുടിയിലെ കുട്ടികൾക്ക് വേണ്ടി, ചോലനായ്ക്കർ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അത് അവിടെ വിജയമായി എന്ന് മാത്രമല്ല, ഇടമലക്കുടി സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന സ്കൂളിൽ ആ കുട്ടികൾക്ക് അടുത്തൊരു സ്കൂളിൽ പോകണമെങ്കിൽ, 5ാം ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ വളരെ ദൂരം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ തന്നെ, ആ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അവിടുത്തെ അധ്യാപകരും എല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വന്ന് കണ്ടു. നിയമസഭയിൽ വന്ന് കണ്ടു. അദ്ദേഹം ആ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ അതൊരു UP സ്കൂളാണ്. ഇപ്പോൾ 5ഉം 6ഉം ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. LP വരെയുള്ള കുട്ടികളെ അവർക്ക് എല്ലാ ഗണിതശേഷിയും ഭാഷാശേഷിയും ലഭിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും അവരെ മുഖ്യധാര പഠനത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞത് പഠിപ്പുറസി പദ്ധതിയാണ്. പഠിപ്പുറസി പദ്ധതിയിൽ അവരുടെ ഭാഷയും
പഠന ഭാഷയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള പഠന കാർഡുകൾ കൊടുത്ത് പഠന ആക്ടിവിറ്റി കൊടുത്താണ് നമ്മൾ ആ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിലും പഠിപ്പുറസി പദ്ധതി തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ 5 പ്രാർത്ഥനാ വിഭാഗമാണ് ഉള്ളത്. അവരെ മുഴുവൻ ഈ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് 1. 2, ഹോസ്റ്റൽ സംവിധാനം. ഇപ്പോൾ PM ജന്മൻ എന്ന് ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി തന്നെയാണ്. ആ പദ്ധതിയുടെ കീഴിൽ നമുക്ക് 4 ഹോസ്റ്റലുകൾ പ്രത്യേകിച്ചും ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമ്മളിപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞത് നിലമ്പൂരാണ്. അമരമ്പലം സ്കൂളിലാണ് അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞത്. ഇതുപോലെ തന്നെ മറ്റ് 3 ജില്ലകളിലും ഈ ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകൾ അനുവദിച്ചിട്ടുണ്ട്. പാലക്കാടും തൃശ്ശൂരും ഒക്കെ ഇത്തരത്തിലുള്ള ഹോസ്റ്റൽസ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്ര കുട്ടികൾക്കാണോ ഈ താമസ സൗകര്യമില്ലാതെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരാൻ സൗകര്യമില്ലാതെ എത്ര കുട്ടികളാണോ പെട്ടുപോയിട്ടുള്ളത്, ആ കുട്ടികളെ സ്കൂളിലേക്ക് വരുത്താനുള്ള ശ്രമവും നമ്മൾ പ്രാപ്യതയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തുല്യതയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാഡം ഇപ്പം നേരത്തെ പറഞ്ഞ പഠിപ്പുറസിയുടെ കാര്യം പറഞ്ഞു. ഈ ഗോത്രവിഭാഗം കുട്ടികൾ ആക്സസ് പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട. അവരുടെ ജീവിത രീതി വളരെ വ്യത്യസ്തം, അവരുടെ കൾച്ചർ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ നമ്മുടെ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരെ മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നതല്ല. ജനറലി ഫോക്കസ് ചെയ്ത് അതിന് പരിമിതി ഉണ്ട്. അവർ ഒരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പാഠ്യപദ്ധതി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അവർക്ക് അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പഠിപ്പുറസി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രം അവരുടെ പാട്ട്, അവരുടെ കളികൾ, അവരുടെ ജീവിത രീതികളുമായി ബന്ധിതമാക്കിയിട്ടാണ് നമ്മൾ ഭാഷ അടക്കം പഠിപ്പുറസിയിലൂടെ പഠിപ്പിക്കുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കാരമൊക്കെ കഴിഞ്ഞു. ഇനിയും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് എല്ലാ വർഷവും പരിഷ്കരിക്കുക എന്നുള്ളതാണ് പുതിയ നയം വരുന്നു. അധ്യാപക പരിശീലനങ്ങൾ ഇനിയിപ്പോൾ ഈ അവധിക്കാലത്ത് ആരംഭിക്കാൻ പോണ്. അപ്പം അത്തരം സമയങ്ങളിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ രീതിയിലുള്ള ഒരു ചർച്ച അധ്യാപക സമൂഹത്തിനിടയിൽ നടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും വളരെ വളരെ ശരിയാണത്. കാരണം നമ്മുടെ അധ്യാപകർ ഇതിനെപ്പറ്റി അത്ര തന്നെ അവെയറല്ല, അത്ര ഒരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിലമ്പൂർ അല്ലെങ്കിൽ ഇടുക്കി, ഇടമലക്കുടി ഇവിടെ നമുക്ക് അധ്യാപകരെ കിട്ടാനില്ല. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ഉൾനാടാണ്, അവിടെ യാത്രാ സൗകര്യം കുറവാണ്, താമസ സൗകര്യം കുറവാണ്. ഇപ്പം ഇടമലക്കുടിയിലേക്ക് ഹോസ്റ്റൽ സംവിധാനം സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർക്കും കുട്ടികൾക്കും. കാരണം ആന വരാതെ മറ്റു മൃഗങ്ങളുടെ ശല്യമില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കണം. അവിടെ വരുന്ന അധ്യാപകരെ നമുക്ക് സുരക്ഷിതരായി അവിടെ തന്നെ താമസിപ്പിച്ച് പഠിപ്പിക്കാനുള്ള സംവിധാനം കൊടുക്കണം. നമ്മുടെ സർക്കാർ ആ വഴിക്കും കൂടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അധ്യാപകരെ സംബന്ധിച്ച് ഈ അവൈലബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ്. വന്നാലും അവർക്ക് താമസിക്കാനുള്ള അല്ലെങ്കിൽ നിന്ന് പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യക്കുറവ് ഉണ്ട്. അതിനോടൊപ്പം ബോധ്യം വരുത്തുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യം. അത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ തീർച്ചയായിട്ടും നമ്മളത് അഭിസംബോധന ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഈ വെക്കേഷൻ ട്രെയിനിങ് വരുമ്പം വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും വേണ്ടുന്ന ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും കൊടുക്കാറ്. അതുകൊണ്ട് ഈ ഇടമലക്കുടിയും അല്ലെ നിലമ്പൂരും അല്ലെ പാലക്കാട്, അട്ടപ്പാടി അവിടെയൊക്കെയുള്ള ടീച്ചേഴ്സ് നമ്മൾ പ്രത്യേകിച്ച് ട്രെയിനിങ്ങാണ് കൊടുക്കാറ്. എന്ത് പദ്ധതിയാണ് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ ടീച്ചേഴ്സിനെയും ഈ കാര്യം അവെയർ ആക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ വരുന്ന വെക്കേഷൻ ട്രെയിനിങ്ങിൽ നമുക്ക് തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്യാം. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസം. നമുക്കറിയാം പഴയ കാലത്തൊക്കെ ഭിന്നശേഷി കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളെ പുറത്തു പോലും ഇറക്കാറില്ല. പറയാൻ പോലും ഒരു മടിയാണ് ഈ കുട്ടികളെ പുറത്തിറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് ആണ് സ്പെഷ്യൽ സ്കൂളുകളാണ് ഇവരുടെ ഏക ആശ്രയം. അതായത് ഈ സിവിയറും പ്രൊഫൗണ്ടൊക്കെ ഇല്ലാത്ത സാധാരണ മൈൽഡ് മോഡറേറ്റ് ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ, അതും പഴയത് മുൻകാലങ്ങളിൽ വേണ്ടത്ര ഇല്ലായിരുന്നു. ചില മേഖലയിൽ മാത്രം ചില മതസംഘടനകളും മറ്റും അവരിൽ മാത്രം കേന്ദ്രീകരിച്ച് നിന്നതാണ്. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ സ്കൂളുകളിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. അത് PWD ആക്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു സംവിധാനം വരുന്നത്. നേരത്തെ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 60,000 കുട്ടികൾ കേരളത്തിലെ പ്രീ പ്രൈമറി മുതൽ
സെക്കൻഡറി തലം വരെ കേരളത്തിൽ ഇപ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നിലവിൽ ഉണ്ട്. എങ്ങനെയാണ് മാഡം ആ മേഖലയുടെ വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കാണുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കിപ്പോൾ 25-26 യുഡൈസ് ഡേറ്റ അനുസരിച്ച് 1,07,000 അധികം കുട്ടികളാണ് പുതിയ കണക്കനുസരിച്ച് ഭിന്നശേഷി വിവിധ 21 കാറ്റഗറിയിലുള്ള ഭിന്നശേഷികളിൽ പെടുന്ന അത്രയും കുട്ടികളാണ് നമുക്കുള്ളത്. അപ്പം ഈ കുട്ടികളെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക, ഉൾച്ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ടാസ്ക്. അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ ഉൾച്ചേർക്കപ്പെടുന്ന കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ എന്ത് നടക്കുന്നു അത് അവിടെയും ഉൾച്ചേർക്കപ്പെടണം. അവർക്ക് പഠിക്കാൻ പറ്റണം, ജയിക്കാൻ പറ്റണം, അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റണം. ഇതിനെല്ലാത്തിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടുന്ന ടീച്ചേഴ്സാണ്. അപ്പം ജനറൽ ടീച്ചേഴ്സ് ആ കുട്ടികളെയും കൂടെയുള്ള ചേർത്തുള്ള ക്ലാസ് റൂമാണ് ജനറൽ ടീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ആ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. നമുക്കിപ്പം 2,886 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പം അതിലൊരു ചെറിയൊരു കുറവുണ്ട്. ആ കുറവ് നമ്മൾ ഉടനെ നികത്തും. ഈ എല്ലാ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും വളരെ കൃത്യമായി അവരവർക്ക് അനുവദിച്ചിട്ടുള്ള സ്കൂളുകളിൽ പോകുന്നു, കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും. കാരണം അധ്യാപകർക്കും കൂടെ സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഈ കുട്ടികളെ എങ്ങനെയാണ് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള ഒരു ബോധ്യം അധ്യാപകർക്കുണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളെ മാറ്റിയിരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതി കഴിഞ്ഞു. കുട്ടികളെ ഒരുമിച്ചിരുത്തി സപ്പോർട്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. അപ്പം ജനറലായിട്ടുള്ള അധ്യാപകർക്കും ആ ഒരു സപ്പോർട്ട് കിട്ടണം. അതിനാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ സേവനം നമ്മൾ കൊടുക്കുന്നു. ഇതോടൊപ്പം തന്നെ SSKയുടെ നേതൃത്വത്തിൽ 169 ഓട്ടിസം സെൻറ്റേഴ്സ് ഉണ്ട്. ആ ഓട്ടിസം സെൻറ്റേഴ്സ് ഓരോ BRCക്കും ഒരു ഓട്ടിസം സെൻറ്റർ എന്നുള്ള ഒരു ക്രമത്തിൽ 169 ഓട്ടിസം സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാ ഓട്ടിസം സെൻറ്റേഴ്സിലും എല്ലാ ദിവസവും കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു BRCയുടെ കീഴിലുള്ള സ്കൂളുകളിൽ നിന്ന് വളരെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് കിട്ടാനുള്ള സേവനമാണ്. നമ്മളിപ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്, ഒക്കുപേഷണൽ തെറാപ്പി കൊടുക്കുന്നുണ്ട്, പിന്നെ ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടുന്ന പഠന പിന്തുണ കൊടുക്കുന്നുണ്ട്. ഓരോ ഓട്ടിസം സെൻറ്ററിലും നമുക്ക് 2 അധ്യാപകരും 1 ആയയും പിന്നെ അതിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു ട്രെയിനറും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കൊടുക്കുന്നുണ്ട് ഓട്ടിസത്തിന് വേണ്ടിയിട്ട്. ഇനി വരുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്തിട്ടുള്ള അസിസ്റ്റീവ് ഡിവൈസസ് ഉപകരണങ്ങളാണ്, ഉപകരണങ്ങളുടെ വിതരണമാണ്. അപ്പോൾ ആ ഉപകരണങ്ങളുടെ വിതരണം എല്ലാ വർഷവും കുട്ടികൾക്ക് ഒരു മെഡിക്കൽ ടീം ഇരുന്ന് അവരുടെ ആവശ്യങ്ങൾ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ കൊടുക്കുക. അത് കണ്ണട ആയിക്കോട്ടെ, വീൽ ചെയർ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഡിവൈസാണ് വേണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം കൊടുക്കാനാണ് ശ്രമിക്കാറ്. അപ്പോൾ അസിസ്റ്റീവ് ഡിവൈസസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂളിനകത്ത് തന്നെ നമുക്ക് സ്പേസ് എന്നൊരു സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഹോം ബേസ്ഡ് ചിൽഡ്രൻ ഉണ്ട്. അത് ഞാൻ പറയാൻ പറ്റുമൊരു കാര്യം. അതായത് നേരത്തെ നമ്മൾ സംസാരിച്ചത് ക്ലാസ് റൂമിൽ വന്ന് കൂടെ ഇരുന്ന് പഠിക്കാനുള്ള അത്രയും ആരോഗ്യമുള്ള കുട്ടികളാണ്, അത്രയും ശേഷിയുള്ള കുട്ടികളാണ്. പക്ഷെ ചില കിടന്നു പോകുന്ന കുട്ടികളുണ്ട്. അവർ ഹോം ബേസ്ഡ് ചിൽഡ്രൻ, ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് സ്കൂളിൽ എൻറോൾ ചെയ്തിട്ടുണ്ടാവും. സ്കൂളിൽ അവർ എൻറോൾ ചെയ്ത് നമ്മുടെ സ്കൂളിലെ പട്ടികയിൽ അവരുണ്ട്. സ്കൂളിൽ വരാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ആ സ്കൂളിൽ വരാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 ദിവസം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആ കുട്ടികളുടെ വീട്ടിൽ പോയി അവർക്ക് അത്യാവശ്യം പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ അവധി ദിവസങ്ങൾ, വിശേഷാൽ ദിവസങ്ങൾ, ഓണം, ക്രിസ്മസ് തുടങ്ങിയ വിശേഷാൽ ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിലെല്ലാം ചങ്ങാതിക്കൂട്ടം എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ചങ്ങാതികൾ ഒരു ഗ്രൂപ്പായിട്ട് അവരുടെ അധ്യാപകർ, മറ്റ് രക്ഷകർത്താക്കൾ ഇവരെല്ലാം കൂടെ ഈ ഗൃഹാധിഷ്ഠിതരായിട്ടുള്ള കുട്ടികളുടെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയി ഒരു ഫുൾ ഡേ, ഒരു മുഴുവൻ ദിവസവും അവരവിടെ ചെലവഴിക്കും. അവിടെ കളികളുണ്ടാവും, പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഈ ഭക്ഷണം മറ്റു വീടുകളിൽ നിന്നും കൂടെ കൊണ്ടുവരുന്ന ഭക്ഷണം അവർ ഷെയർ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ഇടപഴകാൻ കഴിയും, അതിൻ്റെ സന്തോഷവും സൗഹൃദവും എത്ര വലുതാണ് എന്ന് ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ കൂടെ, ഈ ചങ്ങാതിക്കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്.
മാഡം പറഞ്ഞ ഈ ചങ്ങാതി കൂട്ടം ഒരു പരിപാടി പങ്കെടുത്ത് മലപ്പുറത്ത് ഒരു വീടില്ല, മലപ്പുറത്തെ ഒരു വീട്ടിൽ ഞാൻ പോയി പങ്കെടുത്താണ്, അനുഭവമുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെയാണ്. പക്ഷെ നമുക്ക് പ്രീ പ്രൈമറി എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ ഏർലി ഡിറ്റൻഷൻ നടത്തേണ്ടതും ഇന്റർവെൻഷനൊക്കെ നടത്തേണ്ട ഒരു വിഭാഗം പ്രീ പ്രൈമറിയാണ്. പക്ഷേ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ഈ പ്രീ പ്രൈമറിയിൽ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോഴുള്ള കുട്ടികളിൽ തന്നെ ഒരു 3000-ഓളം കുട്ടികൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രീ പ്രൈമറിയിലാണ്. വേറൊന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ +1-ലും +2-ലും നമ്മുടെ ഈ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് വേണ്ടത്ര നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അതായത് സ്കൂളുകളിലാണെങ്കിലും അവർ ഈ കുട്ടികളെ കൈവിടുന്നില്ല. കാരണം അവരുടെ തന്നെ കുട്ടികളാണത് ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒഫീഷ്യലി ഈ ഹയർ സെക്കൻഡറിയിലും നമുക്ക് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനമില്ല പ്രീ പ്രൈമറി. അതൊരു പരിമിതിയായിട്ട് മാഡത്തിന് തോന്നിയിട്ടുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നേരത്തെ ഒരു നമ്പർ പറഞ്ഞു 2776. അത് നമ്മുടെ കുട്ടികളുടെ ഒരു നമ്പർ അനുസരിച്ച് അതിന് ഒരു കറക്റ്റ് അനുപാതത്തിനുള്ള ഒരു എണ്ണമല്ല. ഇപ്പം അത് മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സാങ്ഷൻ ചെയ്ത ഒരു നമ്പറാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്നിരുന്നു. അപ്പം അത് എലിമെൻ്ററി എഡ്യൂക്കേഷനിൽ അല്ലെ 5ാം ക്ലാസ് വരെ 10 കുട്ടിക്ക് ഒരു ടീച്ചർ, അതിനുശേഷം 15 കുട്ടിക്ക് ഒരു ടീച്ചർ, പുതിയ റേഷ്യോ വന്നു. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും അധ്യാപകരെ കിട്ടുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രീ പ്രൈമറിയിലെയും ഹയർ സെക്കൻഡറിയിലെയും ഒരു എന്താ പറയുന്ന അപര്യാപ്തത, അധ്യാപകരുടെ അപര്യാപ്തത. ശരിക്കും പറഞ്ഞാൽ പ്രീ പ്രൈമറിയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത് ഈ ഇടയ്ക്കാണ്. അങ്ങനെ വരുമ്പോൾ പ്രീ പ്രൈമറിയിൽ നമ്മൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് മുമ്പ് അങ്ങനെ കൊടുത്തിരുന്നില്ല. ഏർലി ഡിറ്റക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് പ്രീ പ്രൈമറിക്കും നമ്മൾ ആ ഡിറ്റക്ഷൻ നടത്തുന്നതും അതിന് അധ്യാപകരെ കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുന്നത്, എല്ലാ കുട്ടികൾക്കും കിട്ടാൻ പാകത്തിന് അധ്യാപകരുടെ എണ്ണം കൂട്ടണം, എല്ലായിടത്തും അധ്യാപകരെ വിന്യസിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മളിത് പറയുമ്പോൾ സ്കൂളുകളുടെ ഒരു പരിമിതിയായിട്ട് തോന്നുന്ന ഒരു കാര്യം ഭാഷാപരമായ ഒരു വിടവ് നമുക്ക് സ്കൂളുകളിലുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ UP മുതലൊക്കെ അൺഎയ്ഡഡ് സ്കൂളിൽ നടക്കും ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ അവർ അത്യാവശ്യം ഇംഗ്ലീഷ് ഉറച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് മലയാളം വേണ്ടത്ര അറിയില്ല. എന്നാലോ അവിടെ ആ സ്കൂളിൽ നിന്ന് വരുന്ന അല്ല സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ആ കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ അത്ര ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ മലയാളം അറിയും. പക്ഷെ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഭാഷാപരമായ ഒരു വീട് മാത്രമല്ല, ഈ സ്കൂളുകളിലെ പുതിയ ഒരു സിസ്റ്റം അനുസരിച്ച് മുമ്പ് അക്ഷരത്തിൽ നിന്ന് ആശയത്തിലേക്ക് എന്നുള്ളതായിരുന്നു. ഇപ്പം തിരികെയാണ് ആശയം വർഷത്തിൽ. അപ്പം അത് കുറച്ച് കാലമായിട്ട് അങ്ങനെ ഒരു സംവിധാനം വരുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ ഭാഷ ഉറയ്ക്കുന്നില്ല എന്നുള്ള പ്രശ്നം അത് മറികടക്കുന്ന SSK നേരത്തെ ഹലോ ഇംഗ്ലീഷ്, ഹായ് ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ ഹിന്ദി, ഇങ്ങനെ പല ഭാഷകൾ പഠിപ്പിക്കുന്നതിന് വിവിധ സ്കീമുകൾ കൊണ്ടുവരുന്നത്. അത് പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതൊരു കാതലായ പ്രശ്നമാണ്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് എന്നുള്ള ഒരു സീക്വൻസിങ് അതൊരു ഫിലോസഫിയുടെ പുറത്താണ് വരുന്നത്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയുടെ പുറത്താണ്, ഒരു സമീപനത്തിൻ്റെ അതിനെ പിന്തുടർന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അധ്യാപന രീതി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചധികം ഹോംവർക്ക് ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കുട്ടിയെ ഒരു വലിയ ആശയത്തിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് എങ്ങനെ അക്ഷരത്തിലെത്തിക്കാം, ഇത് ടീച്ചർ ഒരു ഗൃഹപാഠം നന്നായിട്ട് നടത്തണം. പക്ഷെ നമ്മുടെ ഒരു കരിക്കുലം കണ്ടന്റ് അല്ലെങ്കിൽ പിന്നെ സിലബസ് കണ്ടന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു വലിയ അഭ്യാസം നടത്താനുള്ള സമയം ഒരു പക്ഷേ അധ്യാപകർക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ നമ്മൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ട്രെയിനിങ്സിലെല്ലാം നമ്മൾ ഇത്തരത്തിൽ തന്നെ നമ്മുടെ സമീപനം ഇതാണ്, ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. അധ്യാപകരെ അതിൽ കുറച്ചും കൂടെ പരിചിതര് ആക്കുന്നുണ്ട്, ഫെമിലിയറൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമീപനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിനോട് എനിക്കൊരു അല്പം വിയോജിപ്പുണ്ട്. കാരണം അത് വിത്ത് ഓൾ റെസ്പെക്ട് ടു അൺഎയ്ഡഡ് സ്കൂൾസ്, അവിടെ നിന്ന് വരുന്ന എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് മെച്ചമാണെന്നോ ഭാഷ മെച്ചമാണെന്നോ ഉള്ള അഭിപ്രായം എനിക്കില്ല. കാരണം നമ്മുടെ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപനം
ഇത് ഭാഷയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മലയാളം മാത്രമല്ല ഇംഗ്ലീഷിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന ഒരു പ്രാധാന്യം പൂർണ്ണമായിട്ടും കുട്ടികളിൽ കിട്ടാത്തത് നമ്മളുടെ അധ്യാപകരെ ഡീപ്ലോയ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് LP-യിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകരല്ല, മറ്റ് സബ്ജക്ട്സ് പഠിച്ച അധ്യാപകരാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ മാറ്റുന്നുണ്ട്. സർക്കാർ ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആക്കി കുട്ടികൾക്ക് അധ്യാപകരെ കിട്ടാൻ തരത്തിലുള്ള സമീപനങ്ങൾ എടുക്കാനുള്ള എല്ലാ തീരുമാനങ്ങളായിട്ടുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാഡം അങ്ങനെ വരുമ്പോഴേ ഇപ്പം ഈ ഇതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് മാഡം പറഞ്ഞത്. എനിക്ക് അനുഭവം കൂടെ ഉള്ളതാണ്. UP-യിലെങ്കിലും സബ്ജക്റ്റ് വൈസിൽ ഇപ്പം UP-യിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സെറ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ PhD അടക്കമുള്ള അധ്യാപകർ ഇംഗ്ലീഷ് അല്ല പഠിപ്പിക്കുന്നത്, അവർ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. മാത്സിൽ MSc ഉള്ള അധ്യാപകർ മാത്സ് കുറച്ച് പ്രയാസം പഠിപ്പിക്കാൻ, അതുകൊണ്ട് അവർ കുറച്ചും കൂടെ എളുപ്പം മലയാളത്തിൽ അവർ കാരണം ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തി അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. അപ്പം ശരിക്കും UP-യിലെങ്കിലും ഈ സബ്ജക്റ്റ് വൈസായിട്ട്, അതായത് അങ്ങനെ ആ രീതിയിൽ സ്കൂൾ ടൈം ടേബിളൊക്കെ തയ്യാറാക്കി കുറച്ചും കൂടെ അത് ഫലപ്രദമാവില്ലേ? ഡെഫിനറ്റ്ലി അതാണ് വേണ്ടത്. ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. ഇനി എൻ്റെ ഭാഷ, എൻ്റെ ഡിഗ്രി മലയാളത്തിലാണെങ്കിൽ ഞാൻ മലയാളം പഠിപ്പിക്കണം. മാത്സ് പഠിച്ച ടീച്ചർ ഒരു കാരണവശാലും സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ പോകരുത്. കാരണം നമുക്ക് ജനറലായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ച് ആഴത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ടീച്ചറിന്റെ കാര്യം അറിയണം. ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ കാണുന്നത്. അത് പരിഹരിച്ചു പോകണം. അത്തരത്തിലുള്ള ധാരാളം ചർച്ചകൾ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതനുസരിച്ചുള്ള അത്തരത്തിൽ എന്ത് കാര്യം കണ്ടല്ലോ അദ്ദേഹം വളരെ കീനായിട്ട് അതിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കുന്ന ഒരാളാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു, തീരുമാനങ്ങൾ എടുത്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് അധികം താമസിയാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ മിനിമം മാർക്ക് പോലും വളരെ ഗുണകരമായ ഒരു സംഗതിയാണ്. കാരണം ഇത് ചിലർ ആരോപിച്ചത് കുട്ടികളെ തോൽപ്പിക്കാനല്ല, ഓരോ കുട്ടിയും എവിടെ നിൽക്കുന്ന ആ കുട്ടിക്കെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അധ്യാപകനെ തിരിച്ചറിയാം, അച്ഛനും അമ്മയ്ക്ക്, അല്ലെങ്കിൽ അവസാനം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴായിരിക്കും ഈ ഒരു വലിയ ഗ്യാപ്പ് തിരിച്ചറിയാം. വളരെ ഗുണകരമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ വരാൻ വേണ്ടി. അപ്പോൾ അതുവരെ 9ാം ക്ലാസ് വരെ നടപ്പാക്കി. വേറൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ SSKയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ SSKയെ വളരെ സാക്രികമായി നമ്മുടെ ഗവൺമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പം ഒരു ആശയതലത്തിൽ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ജെൻഡർ യൂണിഫോം എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി യൂണിഫോം കൃത്യമായിട്ട് നമുക്ക് കോവിഡ് കാലത്തെ ചില സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലും അന്ന് സ്കൂൾ തുറന്നിട്ടില്ല. അതിനുശേഷം സ്കൂൾ തുറന്നപ്പോഴൊക്കെ പെട്ടെന്ന് യൂണിഫോം ഒക്കെ കൊടുക്കുന്നു. ചില സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ പോലും മറികടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ പ്രവർത്തനം ഭിന്നശേഷി കുട്ടികളുടെ മേഖലയിലാവട്ടെ, ഇപ്പം എനിക്ക് തോന്നുന്നത് തീരദേശ മേഖലയിൽ പോലും നമ്മൾ SSK പ്രത്യേക ഇടപെടൽ നടത്തുന്നുണ്ട്. ആ മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായി ആ മേഖലയിൽ ഇപ്പോൾ സ്കൂളുകൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ആ പ്രയാസം അവർ വേറെ രീതിയിലെ പ്രയാസം അനുഭവിക്കുന്നില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തികം തന്നെയാണ്. കാരണം ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. മുമ്പ് നമുക്ക് കൃത്യമായി ക്യാഷ് കിട്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ചില അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു സമ്മർദ്ദമായി നമ്മുടെ ഈ കേന്ദ്രാവിഷ്കൃത ഫണ്ടിന് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു പരിമിതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഏതാണ്ട് 1500 കോടി രൂപയിൽ കൂടുതൽ കേരളത്തിന് കിട്ടാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധി, ഇതിൻ്റെ ഡയറക്ടർ എന്ന നിലക്ക് നിങ്ങൾ അനുഭവിക്കുക, ഈ പ്രതിസന്ധി നിങ്ങൾ നേരിടുന്നത് എങ്ങനെയാണ് ഇത് അതിജീവിക്കുക? വളരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം ഈ കുഴഞ്ഞു മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത്രയധികം അത് നമ്മുടെ ഫീൽഡിനെ ബാധിച്ചിട്ടില്ല. നമ്മുടെ സമഗ്ര ശിക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് RTE ആക്ട് അനുസരിച്ച്, വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ അനുസരിച്ച് ഒരു കുട്ടിക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക. അതിൽ ചിലതാണ് ഈ പറഞ്ഞ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് സർക്കാർ കൊടുക്കുകയും നമുക്ക് പൈസ കിട്ടുമ്പോൾ അത് റീഇംബേഴ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ആരും അറിയാത്ത വിധത്തിൽ തന്നെ സർക്കാർ അത് പരിഹരിക്കുകയാണ്. ഒരു കുട്ടിക്ക് പോലും ടെക്സ്റ്റ് ബുക്ക് കിട്ടാതെയോ യൂണിഫോം കിട്ടാതെയോ ആകുന്ന ഒരവസ്ഥ വരുന്നില്ല. അപ്പോൾ അത് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ എന്താണ്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൊടുക്കുക എന്നുള്ളതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൊടുക്കുന്നുണ്ട് നമ്മൾ. നേരത്തെ ഉള്ള അതേ ആളുകൾ തന്നെ ഇപ്പോഴുണ്ട്. ഒരാളെ പോലും നമ്മൾ കുറച്ചിട്ടില്ല. സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനെ കൊടുക്കുക, കലാകായിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. ആരെയും കുറച്ചിട്ടില്ല, ആരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല.
ആ സംവിധാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം പ്രത്യേക അധ്യാപകരുടെ പിന്തുണ എന്താണോ വേണ്ടത് അത് മുഴുവനും ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം, RT ആക്ട് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ, ആനുകൂല്യങ്ങൾ അത് കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റലുകൾ, നമ്മൾ നേരത്തെ 7 ഹോസ്റ്റൽസ് ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലുകൾ ഇതാ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ഹോസ്റ്റൽസിന് നമ്മൾ പണം കണ്ടുപിടിച്ച് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കുട്ടികൾ അവിടെ ചേർന്ന് പഠിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് വരാൻ കഴിയാത്ത കുട്ടികൾക്ക്, അതായത് പ്രാപ്യതയില്ലാത്ത കുട്ടികൾക്ക് പഠനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹോസ്റ്റൽസ് ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ സമഗ്ര ശിക്ഷ വഴി ചെയ്തിരുന്നത് ഒന്നിനും ഒരു കുറവുമില്ലാതെ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് സർക്കാർ അത് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത് കൊണ്ടും ഇടപെടുന്നത് കൊണ്ടുമാണ്. ശരിക്കും അതൊരു പ്രതിരോധം തീർക്കും കൂടെയാണ് ഉറപ്പായിട്ടും നമ്മുടെ ഗവൺമെന്റ്. വേറൊന്ന്, ക്വാളിറ്റിയാണ് പ്രധാനപ്പെട്ട SSKയുടെ ഒരു ഏരിയ. അതായത് തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചയിലൊന്ന് ആൺപെൺ വേർതിരിവ് എന്ന് പറഞ്ഞാൽ ആൺപെൺ സ്കൂളുകൾ നമുക്കുണ്ട്. മിക്സഡ് സ്കൂൾ ആകാത്ത സ്കൂളുകളുണ്ട്. നേരത്തെ പല കാരണങ്ങളാൽ ബോയ്സ് സ്കൂൾ വന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഗേൾസ് സ്കൂൾ വരുന്നു. തലസ്ഥാനത്ത് പോലും എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഏതെങ്കിലും ഒരു പാരൻറ്റ് ഒരു മിക്സഡ് സ്കൂൾ പഠിപ്പിക്കണം വെച്ചാൽ കുഴഞ്ഞു പോകും. നമ്മുടെ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൻ്റെ നയം പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യപ്പെടുന്നിടത്തെല്ലാം ഇത് നമ്മൾ മിക്സഡ് ആക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ സ്കൂളുകൾ മിക്സഡ്, ഒരുപാട് സ്കൂളുകൾ ഇപ്പോൾ മിക്സഡ് ആയി. എന്നാലും 100 സ്കൂളുകൾ ഇനിയും മിക്സഡ് ആവാനുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് സർക്കാർ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് 100ഓളം സ്കൂളുകൾ വീണ്ടും മിക്സഡ് ആവും, അതിനാവശ്യമായ നടപടികൾ. ശരിക്കും സ്കൂളുകൾ മിക്സഡ് ആയതുകൊണ്ട് മാത്രം കാര്യമുണ്ട്. അതായത് ശരിക്കും നമ്മുടെ സ്കൂളിനകത്തൊരു അന്തരീക്ഷം ശരിക്കും ഒരു ലിംഗ സൗഹൃദം ആണോ? ഇത് സ്കൂളിനെ നമ്മൾ മാത്രം ഇങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് സ്കൂളിനെ മാത്രം എടുത്ത് കാണുന്നതുകൊണ്ടാണ്. സമൂഹത്തിന്റെ ഒരു എന്താ പറയുന്നത് ക്രോസ് സെക്ഷൻ ആണല്ലോ സ്കൂളും. ഈ സമൂഹത്തിൽ 2 ലിംഗങ്ങൾ അല്ലെങ്കിൽ പല ലിംഗങ്ങളെയും എങ്ങനെ നമ്മൾ കാണുന്നു അതിൻ്റെ ശരിക്കുള്ള പ്രതിഫലനമാണ് സ്കൂളിലും കാണുന്നത്. അപ്പോൾ പെൺകുട്ടികളെ ഒന്ന് ഒതുക്കി പഠിപ്പിക്കുക, അല്ലെ അവരാദ്യം ബെല്ലടിച്ചാൽ ആദ്യം പെൺകുട്ടികളെ വിടുക, ഇത്തരത്തിൽ നമ്മൾ ശീലിച്ചു പോയത് കൊണ്ടാണ് അവിടെ ഈ ലിംഗഭേദം നിലനിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാറ്റം വരേണ്ടത് അധ്യാപകരിലാണ്. അധ്യാപകർ കുറച്ചും കൂടെ വലുതായി ചിന്തിക്കണം. ഈ ഒരു അഡോളസെന്റ് പീരീഡിൽ, കൗമാരപ്രായത്തിൽ കുട്ടികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള കൊച്ചു കൊച്ചു ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ആവേശങ്ങൾ, കൗതുകങ്ങൾ, ഇത് ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് അധ്യാപകർക്കുണ്ട്, അറിവും അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള ബോധ്യവും സന്നദ്ധതയും ഇതൊക്കെ അധ്യാപകർക്കുണ്ടെങ്കിൽ ഈ പറയുന്ന മാതിരി ലിംഗഭേദം നമ്മൾ ഒരു വിധത്തിലും അവിടെ ഒരു വിവേചനം ഉണ്ടാവാതെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരു സ്കൂളിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. പിന്നെ കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്ന് പഠിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മൊത്തത്തിൽ സമൂഹത്തിൻ്റെ ഒരു ചില സങ്കല്പനങ്ങൾ മാറ്റുക എന്നുള്ളിടത്താണ് ഇതിന് പരിഹാരം കാണുന്നത്. ഒരു സ്കൂൾ മാറിയത് കൊണ്ട് മാത്രം അതിനൊരു മാറ്റം വരികയില്ല. ഇത് ഈ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. എനിക്കൊന്ന് മാഡം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അധ്യാപകരിൽ വരേണ്ട മാറ്റം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ അധ്യാപക പരിശീലനത്തിന്റെ മൊഡ്യൂൾ തന്നെ മാറ്റണം. കാരണം ഇപ്പോൾ ജെൻസി കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. കാരണം ഭയങ്കര സെൻസിറ്റീവാണ് കുട്ടികൾ, അധ്യാപകരെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരാണ്. അപ്പം പഴയ കാലത്ത് പഠിച്ചു വെച്ചിരിക്കുന്ന പഴയ കാലത്ത് സിലബസ് വെച്ചിട്ട് ഈ കുട്ടികളുടെ മനഃശാസ്ത്രം, കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ അതിന്റെ പെഡഗോഗിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഈ B.Ed അധ്യാപക പരിശീലനത്തിലൊക്കെ ഉള്ളത്. അതിലൊക്കെ സമഗ്രമായ മാറ്റങ്ങൾ വരേണ്ട ഒരു സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, ഉറപ്പായിട്ടും കഴിഞ്ഞു. പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അധ്യാപക പരിശീലനത്തിൽ നമ്മൾ കൂടുതലും കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഉള്ളടക്കത്തിന് എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പെഡഗോജി എങ്ങനെ മാറണം, മൂല്യനിർണ്ണയം എങ്ങനെ മാറണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ കുട്ടിയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, തീർച്ചയായിട്ടും സെഷൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ പ്രത്യേകിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഡോളസൻസ് എഡ്യൂക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉള്ളവർ വന്ന് ഈ കൗമാരത്തിലെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്, ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള ഒരു മാറ്റം പൂർണ്ണമായിട്ടും എല്ലാ സ്കൂളുകളിലും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപര്യാപ്തത, ഒരു കുറവായിട്ട് കാണുന്നത്.
എന്തായിരുന്നാലും അധ്യാപക പരിശീലനത്തിൽ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കുറച്ചും കൂടെ വിഗറസ് ആയിട്ട് നമുക്ക് ഒന്നും കൂടെ അത് അഡ്രസ്സ് ചെയ്യാം. അവിടെ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം വന്നിരിക്കുന്ന നമ്മുടെ സർക്കാർ വരുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ ഒന്ന് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കമായി കൊണ്ടുവന്നിരിക്കുന്നത് തൊഴിൽ ഉദ്ഗർജിത വിദ്യാഭ്യാസമാണ്. അതായത് വെറും ഭാഷയും അല്ലെങ്കിൽ ശാസ്ത്രവും ചരിത്രവും മാത്രം പഠിപ്പിക്കുന്നതിനൊപ്പം ഈ കുട്ടികളെ ഏതെങ്കിലും തൊഴിലെടുക്കാൻ അല്ലെങ്കിൽ അതിനോടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകത്തക്ക രീതിയിലേക്കുള്ള ഒരു പരിശീലനം കൂടെ നമ്മുടെ സ്കൂളുകളായി പ്രത്യേക പാഠപുസ്തകം വന്നിട്ടുണ്ട്. SSK ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ട്? കാരണം SSKക്ക് കുറച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് എന്തെങ്കിലും രീതിയിലേക്ക് അത് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സജീവമാക്കാനോ എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കിപ്പോൾ 210 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സാണ് ഉള്ളത്. അത് 210 സ്കൂളുകളിലെ SSKക്ക് മാത്രം 210 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, അതിൽ കുറച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരും സ്കൂളുകളിൽ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് നടത്തുന്നുണ്ട്. ഒരു സ്കൂളിൽ 2 കോഴ്സസ് ആണ്. എന്ന് വെച്ചാൽ 210 സ്കൂളുകളിലായിട്ട് 210 സെൻറ്ററുകളിലായിട്ട് 420 കോഴ്സുകൾ SSK നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അതിൽ പകുതിയോളം കുട്ടികൾക്ക് ഏതാണ്ട് പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് വഴി ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൽ മുഴുവനുള്ള ഒരു പദ്ധതിയാണ്. മറ്റൊന്ന് ക്രിയേറ്റീവ് കോർണർ. ഇപ്പോൾ തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ആശയം ത്തിനോട് ചുവട് പിടിച്ച് ക്രിയേറ്റീവ് കോർണർ എന്ന ക്ലാസ് റൂം സമ്പ്രദായം നമ്മൾ പല സ്കൂളുകളിലായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്ലാസ് റൂമിൽ ഒരു 3-4 കോർണറുകളിൽ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൈത്തഴക്കം വരുത്തുന്ന തരത്തിലുള്ള പ്രത്യേക കോർണേഴ്സാണ്. ഇപ്പോൾ കാർപ്പൻട്രി എന്ന് പറയുന്നത് കുട്ടി ഒരു സ്റ്റൂൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ടേബിൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണിത്. ആ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം തുടങ്ങുന്ന സ്റ്റേജിൽ തന്നെ യു പിയിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത് 600 സ്കൂൾസിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അവരുടെ പാഠഭാഗത്തിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുന്ന സ്ഥലമാണിത്. അവർക്ക് അങ്ങനെ വർക്കുമായിട്ട് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അവർക്ക് പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്നത്. അതേ ക്രിയേറ്റീവ് കോർണറിൽ തന്നെ വേറൊരിടത്ത് കുക്കിംഗ് ഉണ്ട്. കുക്കിങ്ങിന് വേണ്ടുന്ന എല്ലാ സംവിധാനവും ഉണ്ട്. അതിന് വേണ്ടുന്ന പാത്രങ്ങളുണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, പിന്നെ പച്ചക്കറികളും മറ്റു സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഭക്ഷണം മാത്രം കഴിക്കുകയല്ല, അവർ ബയോളജിയിൽ പഠിച്ച കാര്യങ്ങൾ അത് അവിടെ അവർ നോക്കും. കെമിസ്ട്രിയിൽ ആൺകുട്ടികൾക്ക് പാചകം ചെയ്തും പഠിക്കാം. ആൺ പെൺ വ്യത്യാസമില്ലാതാണ് അവിടെ അത് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ക്രിയേറ്റീവ് ഫെസ്റ്റ് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് കോർണേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ഈ പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് പറയുമ്പോൾ ഈ ഹയർ സെക്കൻഡറിയുടെ പാഠ്യപദ്ധതിയും കൂടെ മാറണമല്ലോ. അതെ. ഇപ്പം ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ പോകുന്നത് കോളേജിലേക്കാണ്. അവിടെ 4 വർഷ ബിരുദ കോഴ്സ്, പ്രത്യേകിച്ചും ഈ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഹയർ സെക്കൻഡറിയിലെ പാഠ്യപദ്ധതി മാറുന്നതിൻ്റെ ഭാഗമായി ഇപ്പം മാഡം പറഞ്ഞ പോലെ മിക്ക സ്കൂളുകളിലും ഇവരുടെ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ശരിക്കും അവർക്ക് ഒരു ഗുണമാവാൻ സാധ്യത. ഉറപ്പായിട്ടും. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ പല കൊച്ചു സ്ഥാപനങ്ങളിൽ തൊട്ട് വലിയ സ്ഥാപനങ്ങൾ വരെ ഇത്തരത്തിലുള്ള കുട്ടികളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിൽ ചെയ്യാം, പഠിക്കാം. ഇത് രണ്ടും മിക്കവാറും എനിക്ക് തോന്നുന്നു വികസിത രാഷ്ട്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഒരു നയം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്കും ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് ഇത് ഉപകരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.